തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് കാരണം കനത്ത സംഘടനാ വീഴ്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനം. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒടുവിൽ ആ തോൽവി മനസ്സിലാക്കിയിരിക്കുന്നു, കുറ്റം സമ്മതിച്ചിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് തങ്ങളെ തോൽവിയിലേക്ക് നയിച്ചത് എന്നാണ് CPM വിലയിരുത്തുന്നത്? ഒരു താത്വിക അവലോകനമാണോ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിയത്? തിരുത്തുമോ CPM? പ്രശാന്ത്. അശ്വതി, ശബരിമല കൊള്ള അത് വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് CPM കരുതുന്നത്. കഴിഞ്ഞ അതായത് സംസ്ഥാന വ്യാപകമായിട്ട് ദയനീയമായിട്ടുള്ളൊരു പരാജയമാണ് CPM ഏറ്റുവാങ്ങിയത്. അതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലടക്കം ഇത്തരം കാര്യങ്ങളിലൊരു ചർച്ചകളും വന്നിരുന്നത്. അത് പ്രാദേശിക തലങ്ങളിലടക്കം CPMൻ്റെ പ്രാദേശിക തലങ്ങളിലടക്കം ഈ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രൂക്ഷമായ വിമർശനവും വന്നിരുന്നു. കാരണം ഈ സ്വർണ്ണക്കേസിൽ അറസ്റ്റിലായ രണ്ടുപേരും അതൊരു മുൻ MLA ആയിരുന്നു, പത്മകുമാർ. അപ്പോൾ ഇങ്ങനെ ഇവർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട്, ഇവരെല്ലാമാണ് ഈ ഇത്തരത്തിലുള്ള ദയനീയ പരാജയത്തിന് കാരണമായത് എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ചർച്ചകൾ, അതായത് ഈ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇനിയും കൂടുതൽ വിശദമായ ചർച്ചകൾക്കെല്ലാം തയ്യാറെടുക്കുകയാണ് CPM. ഇന്ന് സംസ്ഥാന സമിതി ഇന്നും നാളെയുമായി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സമിതിയിലും ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അതായത് ഈ പത്മകുമാറിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട CPM ബന്ധം ആരോപിക്കുമ്പോഴും CPM നേതാക്കൾ അറസ്റ്റിലാകുമ്പോഴും അവരെ തള്ളിക്കളയാനൊന്നും പാർട്ടി തയ്യാറായിരുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതൊക്കെയാണ് തിരിച്ച് പ്രതിപക്ഷത്തിനടക്കം ആയുധമാക്കാനുള്ള കാരണത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. നമുക്കറിയാം, പോറ്റി എന്നുള്ള പാട്ടടക്കം, പാരഡി പാട്ടടക്കം വലിയ രീതിയിൽ CPMനെ പരാജയത്തിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമായി മാറുന്ന ഒരു നിലയിലേക്ക് എത്തി. എന്തായാലും ഇതൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനം വന്നിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയങ്ങളടക്കം ഇനി ഈ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അതിലെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഈ കാരണങ്ങൾ എന്തൊക്കെയാണ്, പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യത്തിലേക്ക് ചെന്നെത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരാജയം വലിയ രീതിയിൽ CPMനെ തളർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM നേതാക്കൾക്കടക്കം പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് സ്വർണ്ണക്കൊള്ള ഒരു വലിയ രീതിയിൽ CPMനെ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ ദയനീയമായ പരാജയം സംസ്ഥാനത്ത് ഏറ്റുവാങ്ങുന്നതിന് കാരണമായത് എന്നതിലും തർക്കമില്ല. എന്തായാലും ഈ വിഷയത്തിലെല്ലാം ചർച്ച ചെയ്യാനായിട്ടാണ് ഇനിയും ഒരുങ്ങുന്നത്. മാത്രമല്ല, പത്മകുമാറിൻ്റെ വിഷയത്തിലടക്കം, പത്മകുമാറിനെ സംരക്ഷിച്ച നിലപാടിലടക്കം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഈ വിഷയത്തിലെല്ലാം ഇനിയും വിശദമായ ചർച്ചകൾ നടത്താൻ തയ്യാറാകുകയാണ് CPM. ഈ സംസ്ഥാന സമിതിയിലടക്കം അത് ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് കരുതുന്നത്. അശ്വതി. ശരി പ്രശാന്ത്, കാര്യങ്ങൾ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേറ്റ തോൽവി അത് ഒടുവിൽ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു CPM. ഇനി തിരുത്തുമോ എന്നാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.